എടോ ഗോപാല, നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് താൻ കരുതണ്ട. തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ഗിരിയേട്ടനല്ല എന്റെ അച്ഛനെ കൊന്നെന്ന് എനിക്ക് ഉറപ്പാ. അതാരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ദിവസം വരും. അന്ന് താനാണതെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ തന്റെ കുടുംബത്തിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. ആവേശത്തിന് വെല്ലുവിളിക്കാണെങ്കിലും പറയുന്നത് എന്താണെന്നൊരു ബോധമെങ്കിലും വേണം. എന്നെയും എന്റെ കുടുംബത്തിനെയും തകർക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ ഗിരിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ സാധിക്കും. തന്റെ ശരിക്കുള്ള മുഖം എന്താണെന്ന് ഞാൻ ഗിരിയേട്ടനെ അറിയിച്ച പിന്നെ ചെയ്യാനുള്ളതെല്ലാം ഗിരിയേട്ടൻ ചെയ്തോളൂ. ഞാൻ ചുമ്മാ നോക്കി നിന്നാ മാത്രം മതി. എന്റെ അച്ഛന്റെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്ന് കരുതിയിട്ടാ ഞാൻ പോകുന്നത്. ആ ധാരണ മാറരുതെന്ന് താൻ പ്രാർത്ഥിച്ചോ? മോളെ, പീതാംബരന്റെ കേസിൽ എന്റെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതാ. അതിന് കാതർക്ക് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? പോലീസുകാർ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. അപ്പോ നുണ പറഞ്ഞാലോ? കാതർക്ക് എന്തിനാ നുണ പറയുന്നത്? ഇക്ക എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇതുവരെ ഒന്നും ചെയ്തില്ല. പക്ഷേ അകത്ത് മൊഴി കൊടുക്കുമ്പോ തെറ്റ് ചെയ്യേണ്ടി വരും. എന്താ കാതർക്കേ പറയുന്നത്? ഒന്ന് തെളിച്ചു പറയൂ. പീതാംബരം മരിച്ച സമയം ഗിരി എന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു എന്നല്ലേ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? അതെ. അവൻ അവിടെ അല്ലായിരുന്നു. അത്രയും രാത്രി സൈറ്റിൽ ആരെയും കയറ്റാറില്ല. വാച്ച്മാൻ മാത്രമേ ഉണ്ടാകാറൂ. അവൻ എന്തിനാണ് അങ്ങനെ ഒരു നുണ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സത്യം പറഞ്ഞ അവൻ കുടുങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവൻ സൈറ്റിലുണ്ടായിരുന്നെന്ന് ഞാൻ മൊഴി കൊടുക്കാൻ പോവുക. അങ്ങനെ ചെയ്യരുത്. അതെന്താ മോളെ? കാതറിക്ക ഗിരിയേട്ടനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുകൊണ്ട് കാതറിക്കയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഭാവിയിൽ ഗിരിയേട്ടൻ വേറെ എവിടെയെങ്കിലും ആയിരുന്നു എന്നതിനുള്ള തെളിവ് കിട്ടിയ കള്ളസാക്ഷി പറഞ്ഞതിന് കാതറിക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കാതറിക്ക സത്യം എന്താന്ന് വെച്ചാ അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഗിരിയേണ്ണല്ല പീതാംബരനെ കൊന്നെന്ന് എനിക്ക് ഉറപ്പാ. അപ്പോഴത്തെ ടെൻഷനിൽ ഗിരിയേണ്ണ അറിയാതെ നുണ പറഞ്ഞതായിരിക്കും. പീതാംബരനെ ശരിക്കും കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് ഞാൻ ഗിരിയേണ്ണനെ രക്ഷിച്ചോളാം. കാതറിക്ക തെറ്റായി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരിക്കൽ തെറ്റ് ചെയ്താ അതിനെ മറയ്ക്കാൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യേണ്ടി വരുമെന്ന് അച്ഛൻ പറയാറുണ്ട്. മാഡം, ഇതാണ് കാതർ. എന്താ ഇവിടെ വന്നൊരു സംസാരം? ഇയാളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു? അല്ല മാഡം, മഞ്ജു സത്യസന്ധമായി എല്ലാം പറയാനാ എന്നോട് ആവശ്യപ്പെട്ടത്. എന്നാ പറ, പീതാംബരം മരിച്ച സമയത്ത് ഗിരി തന്റെ സൈറ്റിലായിരുന്നോ? അല്ലായിരുന്നു മാഡം. താൻ പൊക്കോ, വിളിക്കുമ്പോ വരണം. ശരി മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഗിരി തന്നെയാ പീതാംബരനെ കൊന്നത്. അതെങ്ങനെയാണ് മാഡം ഉറപ്പിക്കാൻ പറ്റുന്നേ? ഗിരിയേട്ടൻ പറഞ്ഞ മൊഴി നുണയാണെന്ന് മാത്രമല്ലേ ഇപ്പൊ തെളിഞ്ഞിട്ടുള്ളൂ. ശരി, ഗിരിക്കെതിരെ ആവശ്യത്തിന് സാഹചര്യ തെളിവുകളുണ്ട്. അയാൾ ചോദ്യം ചെയ്തപ്പോ നുണ പറഞ്ഞതുകൊണ്ട് സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. നമുക്ക് അയാളെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാം. മാഡം,
മഞ്ജുവിന്റെ ഫോൺ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇവള് ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് വരും. അനിതേ, വേണ്ട. അനിത അങ്ങനെ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് എല്ലാരും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം മഞ്ജു ഫോൺ ഓഫ് ചെയ്ത് തന്നേക്ക്. ഇപ്പോ സമാധാനായില്ലേ? യെസ് മാഡം. അരവിന്ദാക്ഷ, യെസ് മാം. എനിക്ക് IG ആയിട്ടൊരു കോൺഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് പോവാം. ശരി മാഡം. താൻ വരണ്ട. അല്ല മാഡം, ഞാൻ കൂടുതൽ ഓവർ സ്മാർട്ട് ആകരുത്. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഗിരി എന്തിനാണ് മോളെ നുണ പറഞ്ഞ്? എനിക്കറിയില്ല സർ. ഗോപാൽജി, ആ അനിതേ, എന്താ ഈ വഴിക്ക്? എന്തെങ്കിലും വിവരം അറിയിക്കാനുണ്ടോ? ഒരു സന്തോഷ വാർത്ത ഗോപാൽജിയെ നേരിട്ട് അറിയിക്കാന്ന് കരുതി. എന്താ? പീതാംബരനെ കൊന്ന കേസില് ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുക. അവനെതിരെ എന്ത് തെളിവാ പോലീസിന് കിട്ടിയത്? തെളിവൊന്നും കിട്ടിയില്ല. പക്ഷെ പീതാംബരൻ മരിച്ചപ്പോ അവൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചതിന് ഖാദറിന്റെ സൈറ്റിലായിരുന്നു എന്നാ പറഞ്ഞ്. അത് നുണയാണെന്ന് ഖാദർ തന്നെ മൊഴി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംശയത്തിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യാം. എന്താ ഗോപാൽജിക്കൊരു സന്തോഷമില്ലാത്ത? എന്താ ഗോപാൽജി? മോനെ, മഞ്ജു പോലീസുകാരും കുട്ടി നിന്നെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിന്നെ അവരുടെ കൈ കിട്ടിയ പ്രതി നീ തന്നെയാണെന്ന് എങ്ങനെയെങ്കിലും അവര് തെളിയിക്കും. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുന്ന നല്ലത്.